ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയ സ്റ്റൈലിലുള്ള ഒരു ഗ്രീൻ പീസ് മസാലയാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനുമെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ റെസിപ്പി. ഇത് തയ്യാറാക്കാനായി 1 കപ്പ് ഗ്രീൻ പീസ് 5-6 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായി 2 സവാള, ഒരു ചെറിയ പൊട്ടാറ്റോ, 2 പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പൊട്ടാറ്റോ, പച്ചമുളക് ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 5 വിസിലൊക്കെ ആകുമ്പോഴേക്കും വെന്ത് കിട്ടും. ഈ സമയം ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുക്കർ ഓഫ് ചെയ്ത് സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഗ്രീൻ പീസും പൊട്ടാറ്റോയും സവാളയും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോസൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോസൊക്കെ ഉടഞ്ഞ് ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മല്ലിയില കൂടി ചേർക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതുകൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഗ്രീൻ പീസ് മസാല റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.